മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 90-ാമത്തെ ദശകത്തിൽ 2-3 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 2-ാമത്തെ ശ്ലോകം. മൂർത്തിത്രയേശ്വര സദാശിവപഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ തൃത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. ശൈവന്മാര് എന്ന് പറഞ്ഞ ശൈവമതം എന്നൊന്നുണ്ട്. അതായത് ശിവനാണ് അവിടെ പ്രാധാന്യം. അവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവല്ല, ശിവനാണ്. ശൈവം വൈഷ്ണവം എന്നീ 2 വിഭാഗമായിട്ട് ഹൈന്ദവ മതം തന്നെ അല്ലെങ്കിൽ വൈദിക മതം വിഭജിക്കുകയുണ്ടായി ഒരു കാലത്ത്. ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളവർ ശൈവം എന്നും വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളവർ വിഷ്ണുവും എന്നും 2ആയിട്ട് പറയുകയുണ്ടായി. അത് അങ്ങനെയല്ല, പലരും അതിൻ്റെ വലിയ നിർബന്ധമായിട്ടുള്ള ആളുകളായിരുന്നു. അതൊരു കുറേ യുദ്ധാദികൾ തന്നെ വരെ നടന്നിട്ടുണ്ട്. ഈ ശൈവന്മാരും വൈഷ്ണവന്മാരും കൂടിയിട്ട് സംഘർഷം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലുള്ള ഈ ശൈവമതം, കാശ്മീരിലൊക്കെ ഈ ശൈവമതം ഗംഭീരമായിട്ടുള്ളതാണ്. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഹു. ആ ശൈവന്മാര് ഈ ഭഗവാന്റെ സ്വരൂപം മൂർത്തിത്രയാത്മകമാണ്, ഈശ്വരാത്മകമാണ്, സദാശിവാത്മകമാണ് എന്ന് പറയണ്ടേ. അങ്ങനെ ഒരു സങ്കല്പം ശൈവമതത്തിലുണ്ട്. അതായത് മൂർത്തിത്രയം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ളതായിട്ടുള്ള സങ്കല്പമുണ്ടോ. മൂർത്തിത്രയങ്ങൾ എന്നുണ്ടല്ലോ. ഈ മൂർത്തിത്രയങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു ഈശ്വരൻ, അതിൻ്റെ മീതെ സദാശിവൻ എന്നുള്ളതായിട്ടുള്ളൊരു സങ്കല്പം ശൈവമതത്തിലുണ്ട്. അതിനെയാണ് ഇവിടെ പറയുന്നത് യത് ആഹുഹു എന്ന്. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുഹു. ഇങ്ങനെ 5ആയിട്ട്, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ളതായിട്ടുള്ള മൂർത്തിത്രയം, പിന്നെ അതിൻ്റെ മീതെയായിട്ടുള്ള ഒരു ഈശ്വരൻ, അതിൻ്റെ മീതെയായിട്ടുള്ള സദാശിവൻ എന്ന് ശൈവന്മാര് പറയുന്നുണ്ട്. അപ്പം ഈ ശൈവന്മാര് അങ്ങനെ പറയണതിൽ വൈഷ്ണവന്മാരെങ്ങനെയാണ് അതിനെ പറയണത് എന്നുള്ളതാണ്. യത് പ്രാഹുഹു, യാതൊന്ന് ശൈവന്മാർ അപ്രകാരം പറയുന്നുവോ, അസ്മിൻ ഇതില്, ഈ 5 എണ്ണത്തില് 5 തത്വങ്ങൾ ആയിട്ടാണ് അവിടെ പറയണത്. ഈ 5 തത്വങ്ങളിൽ സദാശിവ, സദാശിവൻ എന്ന് പറയണത് പരമാത്മവപുഹു ആയിട്ടുള്ള പരമാത്മവപുസ്സായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. ആ പരമാത്മ രൂപനായിട്ടുള്ള ഭഗവാനെ ആണ് ഗുരുവായൂരപ്പൻ തന്നെ ആ പരമാത്മവപുസ്സായിട്ട് വർത്തിക്കുമ്പോൾ അതിനെയാണ് സദാശിവൻ എന്ന് പറയണത് എന്നാണ് വൈഷ്ണവന്മാരുടെ പക്ഷം. അപ്പോൾ സദാശിവൻ എന്നുള്ളത് പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയണത്. ആ ഈശ്വരൻ എന്ന് പറയണതോ, അപ്പോൾ അതാണ് പറയണത്. പിന്നെ പരമാത്മാവപുഹു ത്വം ഏവ എന്ന് പറയും. പരമാത്മാവപുസ്സായിട്ടുള്ള അങ്ങ് തന്നെയാണ് അവിടെ സദാശിവൻ എന്ന് പറയണത്. ഇനി തത്ര ഈശ്വര ത്വം, ഈശ്വരനാകട്ടെ വികുണ്ഠപദ ത്വം ഏവ, വികുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ തന്നെയാണ്, വികുണ്ഠവാസിയായിട്ട് വസിക്കുന്നതായിട്ടുള്ള ഭഗവാനെയാണ് ഈശ്വരൻ എന്ന് പറയണത്. അപ്പോൾ ഈ ഈശ്വരനും ഉപരി ആയിട്ടാണ് പരമാത്മവപുസ്സായിട്ടുള്ള തത്വം എന്നാണ്. ഈശ്വരൻ എന്നുള്ളത് വികുണ്ഠവാസിയായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ. ആ ഗുരുവായൂരപ്പൻ്റെ മീതെയാണ് പരമാത്മരൂപിയായിട്ടുള്ള ഭഗവാൻ. അതിൻ്റെ താഴെ ആ പരമാത്മരൂപിയായിട്ടുള്ള ഭഗവാൻ തന്നെ വികുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനും അദ്ദേഹം തന്നെയാണ്. ആ ഭഗവാൻ തന്നെ 3ആയിട്ട് വീണ്ടും തിരിഞ്ഞിരിക്കുന്നു, ബ്രഹ്മ, വിഷ്ണു, ശിവന്മാരായിട്ട് എന്നുള്ളതാണ് വൈഷ്ണവമായിട്ടുള്ള മതം എന്നാണ് പറയണത്. ഇതാണ് അവിടെ പറയണത്. തത്ര ഈശ്വരസ്തു, തത്ര അവിടെ, ഈശ്വരഃ തു ഈശ്വരനാകട്ടെ, വികുണ്ഠപദ ത്വം ഏവ വികുണ്ഠവാസിയായിട്ടുള്ള വികുണ്ഠമായിട്ടുള്ള സ്ഥാനത്തോടു കൂടിയതായ അങ്ങ് തന്നെയാണ്, അതായത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നതും സദാശിവൻ എന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. വിഷ്ണു എന്ന് മാത്രമല്ല, ബ്രഹ്മാവ്, ശിവൻ എന്ന് പറയുന്നതും ഒക്കെ പരമാത്മാവ് തന്നെയാണ്, ഗുരുവായൂരപ്പനെ തന്നെയാണ്. ഇതൊക്കെ
പറയണത് എന്നുള്ളതാണ്. വികുണ്ഠപദ ത്വം ഏവ. ഇനി പിന്നെ ഈ വികുണ്ഠപദത്തിലുള്ളതായിട്ടുള്ള അങ്ങ് വീണ്ടും മൂന്നായിട്ട് സത്യപദത്തിൽ വസിക്കണു എന്നാണ്. വികുണ്ഠം എന്ന് പറഞ്ഞാൽ ഈ സത്യപദത്തിൻ്റെയും മീതെ ആയിട്ടാണ് സങ്കല്പം. വികുണ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള പദം, വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള പദം സത്യപദത്തിൻ്റെയും ഉപരി ആയിട്ടാണ്. ഇനി ആ വിഷ്ണു തന്നെയാണ്, അല്ലെങ്കിൽ വികുണ്ഠപദത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് വീണ്ടും മൂന്നായി തിരിഞ്ഞ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ളതായിട്ടുള്ള മൂന്നായിട്ട് സത്യലോകത്തിൽ തന്നെ 3 സ്ഥാനങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും മുകളിൽ ബ്രഹ്മാവിൻ്റെ ലോകം, അതിൻ്റെ നടുക്ക് വിഷ്ണുവിൻ്റെ സ്ഥാനം, അതിൻ്റെ താഴെ ശിവൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് സത്യലോകത്തിൽ ഈ 3 ലോകങ്ങൾ വേറെ ആദ്യം ഉണ്ട് എന്നുള്ളതാണ്. സത്യലോകത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 3 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് വിഷ്ണുവിൻ്റെ ലോകം, ബ്രഹ്മാവിൻ്റെ ലോകം മുകളിൽ, താഴെ വിഷ്ണുവിൻ്റെ, അതിനും താഴെ ശിവൻ്റെ എന്നുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം ആണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണതിൻ്റെ അർത്ഥം. അതായത് തത്ര ഈശ്വര തു വികുണ്ഠപദ ത്വം ഏവ. ഈശ്വരൻ എന്ന് പറയുന്നത് വികുണ്ഠപദവാസിയായിട്ടുള്ള, വികുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള അങ്ങ് തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഇനി പുനഃ തൃത്വം ഭജതി സ ഏവ. ആ അപ്രകാരമുള്ളതായ അങ്ങ് പുനഃ വീണ്ടും തൃത്വം ഭജതി, വീണ്ടും മൂന്നായിട്ട് ഭജിക്കുന്നു, 3 ഭാവങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സത്യപദേ ത്രിഭാഗേ. അത് എവിടെയാണ് താമസിക്കുന്നത്? 3 വിഭാഗങ്ങളോടുകൂടിയ സത്യപദത്തിലാണ്. സത്യപദത്തിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മലോകം, വിഷ്ണുലോകം, ശിവലോകം എന്ന് 3 ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവായിട്ടും, വിഷ്ണുലോകത്തിൽ വിഷ്ണുവായിട്ടും, ശിവലോകത്തിൽ ശിവനായിട്ടും വസിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതായത് ഈ ഈശ്വരൻ തന്നെയാണ് അവിടെ വസിക്കുന്നത്. ആ ഈശ്വരൻ എന്ന് പറയുന്നതും പരമാത്മാവ് തന്നെയാണ്. ആ സദാശിവൻ എന്ന് പറയുന്നതായിട്ട് പരമാത്മാവാണ്. അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈശ്വരനായിട്ട് ഈ 3 വികുണ്ഠത്തിനും ഉപരിയായിട്ട്, അല്ല സത്യലോകത്തിനും ഉപരിയായിട്ട് വസിക്കുന്നതും അങ്ങ് തന്നെയാണ്. ആ അങ്ങ് തന്നെ സത്യലോകത്തിൽ 3 ലോകങ്ങൾ പ്രത്യേകിച്ചുണ്ട്. ബ്രഹ്മലോകം, വിഷ്ണുലോകം, ശിവലോകം എന്നിങ്ങനെ. അവിടെ ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും വസിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്ന് സാരം. ഇനി തത്ര ഈശ്വരസ്തു സ വികുണ്ഠപദ ത്വം ഏവ പുനഃ തൃത്വം ഭജതി. എങ്ങനെ? സത്യപദേ ത്രിഭാഗേ, 3 ഭാഗങ്ങളോടുകൂടിയതായിട്ടുള്ള സത്യപദത്തിൽ 3ആയിട്ട് തിരിഞ്ഞ് വസിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന്. ഇനി അടുത്ത ശ്ലോകം. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുധാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വൽക്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാധികം ച തവ ശങ്കരനാംനി മൂർത്തൗ. ഇനി ഈ ബ്രഹ്മാവിഷ്ണു ശിവന്മാർ എന്നുള്ളതായിട്ടുള്ള 3ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഓരോരുത്തരുടെയും വ്യത്യാസം എന്താണെന്ന് പറയാണ്. തത്ര അഭി, അതിൽ, അതായത് ഈ 3ആയി തിരിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ ബ്രഹ്മാവിഷ്ണു ശിവന്മാർ എന്നുള്ളതായിട്ടുള്ള ത്രിമൂർത്തികളിൽ വിഷ്ണും തവ സാത്വികതനും ആഹുഹു. വിഷ്ണു സാത്വികതനുമാണ്. അവിടെ സാത്വികം മാത്രമേ ഉള്ളൂ വിഷ്ണുവിന് എന്നുള്ളതാണ്. സാത്വികം ച സത്വഗുണം മാത്രമേ ഉള്ളൂ വിഷ്ണുവിന് എന്നുള്ളതാണ്. സത്വഗുണം മാത്രമുള്ളതാണ് വിഷ്ണു എന്ന് പറയുന്നു. തവ വിഷ്ണു ആഹുഹു, തവ സാത്വികതനും വിഷ്ണു ആഹുഹു. അങ്ങയുടെ സത്വരൂപം ആയിട്ടുള്ളതായിട്ടുള്ള ബഹുസിനെ വിഷ്ണു എന്ന് പറയുന്നു. ധാതാതു സത്വവിരള രജസൈവ പൂർണ്ണ. ധാതാവിന് സത്വഗുണം ഇല്ല. സത്വവിരള, അത് കുറച്ച് കുറവാണ്. വിഷ്ണുവിനുള്ള മാതിരി സത്വഗുണം ഇല്ല ധാതാവിന്. രജസ്സാണ് കുറച്ചും കൂടി കൂടുതലുള്ളത്. രജസായേവ പൂർണ്ണ, ആ പൂർത്തിയായി വേണ്ടത് രജോ ഗുണം കൊണ്ടാണ്. സത്വമുണ്ട്, സത്വവിരളമാണ്, കുറവാണ്. രജോ ഗുണത്തിനെ സംബന്ധിച്ചിടത്തോളം സത്വഗുണം അവിടെ കുറവാണ്, പക്ഷേ രജോ ഗുണമാണ് അധികം. അങ്ങനെ രജസാ ഏവ പൂർണ്ണ, രജോ ഗുണം കൊണ്ടാണ് പൂർണ്ണനായിട്ടുള്ളത് ബ്രഹ്മാവ്. ഇനി ശിവന്റെ എങ്ങനെയാണ് എന്നുള്ളതാണ്.
സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാധികം ച തവ ശങ്കരനാംനി മൂർത്തവും. ശങ്കരനാംനി തവ മൂർത്തവും, ശങ്കരൻ എന്ന് പറയുന്നതായിട്ട്, അതായത് ശിവൻ എന്ന് പറയുന്നതായിട്ടുള്ള അങ്ങയുടെ മൂർത്തിയിൽ സത്വോത്കടത്വമുണ്ട്. സത്വം തന്നെയാണ്, അധികമായിട്ടുള്ള സത്വഗുണം തന്നെയാണ്. ശിവനിലും സത്വഗുണം തന്നെയാണ്. സത്വോത്കടത്വം അസ്തി, സത്വഗുണത്തിൻ്റെ ഉത്കടത്വം അധികമായിട്ടുള്ള സത്വഗുണം തന്നെയാണ്. പക്ഷേ തമോ ഗുണത്തിനുള്ളതായിട്ടുള്ള ആ ചേഷ്ടകൾ അതും ഉണ്ട് എന്നുള്ളതാണ്. തമോ ഗുണം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ചേഷ്ടകൾ സംഹാരരൂപമാണ് ആണല്ലോ. അപ്പോൾ ആ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആ ചേഷ്ടകളും ശിവനിൽ ശങ്കരനാംനി മൂർത്തവും, ശങ്കരൻ എന്ന് പറയുന്നതായിട്ടുള്ള ശിവൻ എന്ന് പറയുന്നതായിട്ടുള്ള മൂർത്തിയിൽ സത്വഗുണം ഉത്കടത്വം ഉണ്ടെങ്കിലും, ആധിക്യേന സത്വഗുണം ഉണ്ടെങ്കിലും തമോ ഗുണത്തിൻ്റെ വികാരമായിട്ടുള്ള ആ ചേഷ്ടകൾ അവിടെ ഉണ്ട് എന്നാണ്. സത്വോത്കടത്വമഭിച അസ്തി തമോ വികാര ചേഷ്ടാധികം ച, തമോസിൻ്റെ വികാരമായിട്ടുള്ള തമോ ഗുണത്തിൻ്റെ വികാരമായിട്ടുള്ള ചേഷ്ടാദികളും അവിടെ ശങ്കരൻ എന്നുള്ളതായിട്ടുള്ള മൂർത്തിയിൽ ഉണ്ട് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് വിഷ്ണു സാത്വിക ഗുണം ആണ്. വിഷ്ണുവിലെ ബ്രഹ്മാവിൽ സാത്വിക ഗുണം കുറച്ച് കുറയും, രജോ ഗുണമാണ് ആധിക്യമായിട്ട് ഉള്ളത്. ശിവനിൽ ഉത്കടത്വം ആധിക്യം സത്വഗുണത്തിന് തന്നെയാണ്. പക്ഷേ തമോ വികാരത്തിൻ്റെ ചേഷ്ടകളും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. മൂർത്തിത്രയേശ്വര സദാശിവപഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ തൃത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശൈവർ പറഞ്ഞിതു സദാശിവ പഞ്ചകത്തിൽ മൂർത്തിത്രയേശനഥ പഞ്ചമനങ്ങു തന്നെ മൂന്നാക്കി സത്യമുലകമ്പത മൂന്നു മൂർത്തിഭാവേ ഭവാനഥ വസിപ്പു വികുണ്ഠവാസിൻ. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുദ്ധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാധികം ച തവ ശങ്കരനാംനി മൂർത്തൗ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മൂർത്തിത്രയത്തിലഥ സാത്വികനാണു വിഷ്ണു, സത്വം കുറഞ്ഞ വിധിയോ രജസപ്രധാനൻ. നിന്നംശമാം ശിവനു സാത്വികമേറെ എന്നാൽ ചെയ്യും പ്രവൃത്തികളുമേറെ തമപ്രധാനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.